അടുത്ത വാർത്തയിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം നമ്മൾ വലിയ ഞെട്ടലോടെ കണ്ട ദൃശ്യവും വാർത്തയും വിയ്യൂരിൽ നിന്ന് ഒരു കൊടും കുറ്റവാളിയായ ഒരു ക്രിമിനൽ നമ്മുടെ പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയല്ല, തമിഴ്നാട്ടുകാരായ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ അലംഭാവം അവർ വലിയ ലാഘവത്തോടെ കണ്ടത് കാരണം ആ കൊടും കുറ്റവാളി രക്ഷപ്പെട്ട് എവിടേക്കോ മേഞ്ഞ് നടക്കാണ്. അതെ, അതിപ്പോ CCTV ദൃശ്യത്തിലും പതിഞ്ഞിട്ടുണ്ട്. ഈ രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നു എന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴി സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നഗരത്തിലും സമീപ ജില്ലകളിലും ഇന്നും ബാലമുരുകനായി വ്യാപക തെരച്ചിൽ തുടരും. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. നടരാജ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ ഒരു CCTV ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്ര ലാഘവത്തോടു കൂടിയാണ് ഒരു തടവുകാരനെ പോലീസുകാർ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം. ശരി, ഭക്ഷണം കഴിക്കാനാണ് ഈ കയ്യാമം അഴിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭക്ഷണം കഴിച്ച് പോകുമ്പോഴാണ് അയാൾ രക്ഷപ്പെട്ടതും. അതിൽ നിന്ന് തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിപ്പോൾ ഈ CCTV ദൃശ്യം അത് എവിടെ നിന്ന് ശേഖരിച്ചതാണ്? ഈ പ്രതിയെക്കുറിച്ച് ഇയാൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. ഇത് ഒരു ഇത്രയും കൂളായി ഒരു കൊടും കുറ്റവാളിയെ കൈകാര്യം ചെയ്യാൻ പാടുണ്ടോ എന്ന് ആരും ചിന്തിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ്. ഇത് ആലത്തൂരിലെ ഒരു ഹോട്ടലിൽ നിന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് തൃശ്ശൂരിലേക്ക് ഒരു മണിക്കൂറിലധികം യാത്രയുണ്ട് ആലത്തൂരിൽ നിന്ന്. അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിലെ ദൃശ്യങ്ങളാണിത്. ഈ ദൃശ്യത്തിൽ വളരെ ലാഘവത്തോടുകൂടി ആ കൊടും കുറ്റവാളിയെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് കാണാം. അയാൾ വളരെ സൗകര്യപൂർവ്വം മുണ്ടഴിച്ചൊന്ന് മാറ്റി ഉടുത്ത് വളരെ കൂളായി തന്നെ ഹോട്ടലിന് പുറത്തേക്ക് നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ. അയാൾ അവിടെ നിന്ന് ചാടിപ്പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് സ്വാതന്ത്ര്യം അയാൾ അവിടെ തന്നെ അനുഭവിച്ചിരുന്നു. തിരിച്ചു വരുമ്പോഴാണ് വിയ്യൂർ സ്റ്റേഷൻ പരിസരത്ത് അകത്ത് കയറുന്നതിന് തൊട്ട് മുമ്പ് അയാൾ ചാടിപ്പോയത്. വലിയ ആരോപണങ്ങൾ തമിഴ്നാട് പോലീസ് നേരിടുമ്പോഴാണ് അവർ ഇത്ര ലാഘവത്തോടു കൂടിയാണ് ബാലമുരുകനെ കൈകാര്യം ചെയ്തത്. 54 കേസുകളിൽ പ്രതി ഇത്ര കൂളായി കൈകാര്യം ചെയ്തു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നു എന്ന് അവരുടെ മൊഴി സാധൂകരിക്കുന്നതാണ്. വെള്ളമുണ്ടും മഞ്ഞയിൽ കറുത്ത കള്ളികളുള്ള ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അദ്ദേഹം സ്വതന്ത്രനായി പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. വിയ്യൂർ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇതിൽ ബാലമുരുകനെ ഒടുവിൽ കണ്ടത് പാടൂക്കാട് എന്ന സ്ഥലത്ത് വെച്ചാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. വിയ്യൂർ സെൻട്രൽ ജയിലിന് അടുത്തുള്ള സ്ഥലം തന്നെയാണ് ഈ പാടൂക്കാട് എന്ന് പറയുന്നത്. അവിടെ ഒരു സൈക്കിളിൽ വരികയായിരുന്ന ബാലമുരുകനെ പോലീസ് കണ്ടെന്നും പോലീസിനെ കണ്ടപ്പോൾ സൈക്കിൾ ഉപയോഗിച്ച് ഇയാൾ കടന്നു കളഞ്ഞെന്നുമുള്ള വിവരം ലഭിക്കുന്നുണ്ട്. പുലർച്ചെ സമയമായിരുന്നു, ഇരുട്ടത്തേക്ക് ഇയാൾ മറഞ്ഞു പോവുകയായിരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പിന്നീട് പോലീസ് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഈ പ്രദേശം ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡുണ്ട്. ഏതെങ്കിലും വാഹനങ്ങളിൽ കയറിപ്പോയോ എന്ന കാര്യം വ്യക്തമല്ല. അതുപോലെ തന്നെ ആ ഭാഗത്തൊരു റെയിൽവേ ട്രാക്കുണ്ട്. ഏതെങ്കിലും റെയിൽവേ ട്രെയിനുകളിൽ കയറി പോയിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല. എന്തായാലും പോലീസ് അലംഭാവത്തോടുകൂടി ഇക്കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദൃശ്യങ്ങൾ തന്നെ തെളിവാണ്. കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്വേഷണം നടത്തുന്ന വിയ്യൂർ പോലീസും ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഈ ബാലമുരുകനെ പിടികൂടാനായി വലിയ രീതിയിൽ വല വിരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. തൃശ്ശൂർ നഗരത്തിലും മറ്റ് ജില്ലകളിലും ഒക്കെ തന്നെ വലിയ പരിശോധന നടക്കുന്നു. എന്തായാലും ദൃശ്യങ്ങൾ തന്നെ കഥ പറയും. വളരെ കൂളായി കുറ്റവാളി വിലസുന്നു. ഇനി ഇയാളെ പിടികൂടുക എന്നുള്ളതാണ്. നട്രാജ്, 53 കവർച്ചാ കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. അതിൽ കൂടുതലും ഈ വീട്ടുകാരെ ആക്രമിച്ച് കവർച്ച നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ശീലവും രീതിയും. ആർത്ഥത്തിൽ ജനങ്ങൾക്ക് വലിയ സുരക്ഷാ വലിയ ഭീഷണി ഇയാൾ പുറത്തു പോയത് സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഗൗരവം ഇപ്പോൾ തമിഴ്നാട് പോലീസ് ലാഘവത്തോടുകൂടി നിസ്സാരമായി കൈകാര്യം ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ അലംഭാവം ഉണ്ടാകുന്നത്. പക്ഷെ കേരള പോലീസ്, പ്രത്യേകിച്ച് വിയ്യൂർ പോലീസ് എത്ര ഗൗരവത്തോടുകൂടി ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ രേഖാചിത്രമോ ഒക്കെ പതിച്ചുകൊണ്ട് ആളുകളുടെ കൂടെ സഹായം കൂടി ഇദ്ദേഹത്തെ പിടിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ഏതൊക്കെ മേഖലകളിലാണ് വല വിരിച്ചിട്ടുള്ളത്? പ്രധാനമായും പോലീസ് ഇതിനുള്ള എല്ലാ സാധ്യതയും പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിയ്യൂർ പോലീസ് ഇന്നലെ തന്നെ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. ഇതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നലെ തന്നെ ലുക്കൌട്ട് നോട്ടീസ് ഉദ്യോഗസ്ഥർ പുറത്തിറക്കി. ലുക്കൌട്ട് നോട്ടീസിൽ ജനങ്ങൾക്കൊരു ജാഗ്രതാ നിർദ്ദേശവും നൽകി. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അതും ലഭ്യമാക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇയാളുടെ ചിത്രങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അയൽ ജില്ലകളിൽ, പ്രത്യേകിച്ച് പാലക്കാട്, കോയമ്പത്തൂർ തുടങ്ങിയ മേഖലകളിൽ വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഇയാളുടെ സ്വദേശത്തുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
തൃശ്ശൂരിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഏത് ഭാഗത്തെല്ലാം പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. വല വിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടപ്പോൾ പോലീസ് ഇയാളെ പിടികൂടിയിരുന്നു. ആ ഒരു സംഭവത്തിന്റെ ജാഗ്രത ഇത്തവണ തമിഴ്നാട് പോലീസിന്റെ കാര്യത്തിൽ നിന്നുണ്ടായില്ല എന്നുള്ളത് ഏറെ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. അതും ഇതിന്റെ ഒരു കൈകാര്യം ചെയ്ത രീതി നോക്കണം സൈഫ്. അതായത് വിയ്യൂർ ജയിലിനകത്തേക്ക് കയറാൻ മീറ്ററുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ജയിൽ കോമ്പൗണ്ടിന് മുൻവശത്ത് റോഡിനരികിൽ ഇയാൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലീസ് അവസരം നൽകുന്നത്. കൈവിലങ്ങ് നേരത്തെ തന്നെ അയച്ചിരുന്നു. ആലത്തൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന വഴി വാഹനത്തിൽ കൈവിലങ്ങ് അണിയിച്ചിരുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. അതിനുശേഷം ഇയാൾ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുത്തു. കോമ്പൗണ്ടിന് പുറത്ത് നിർത്തേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അകത്ത് കയറി പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഒരു തടസ്സവും ഇല്ലാത്തപ്പോഴാണ് കോമ്പൗണ്ടിന് പുറത്ത് ഇത്തരമൊരു സൗകര്യം ഒരുക്കി കൊടുത്തത്. അയാൾ മതിൽ ചാടി ഓടുകയും ചെയ്തു. ഏറെക്കാലമായി ഇപ്പോൾ വിയ്യൂർ ജയിലിലുള്ള സ്ഥിതിക്ക് ആ പരിസരം, പ്രത്യേകിച്ച് ഈ ജയിലിന്റെ ആ ഭാഗത്തുള്ള തോട്ടം ഉൾപ്പെടെയുള്ള പരിസരം പ്രതിക്ക് പരിചയമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അയാൾ വളരെ വിദഗ്ധമായി സ്ഥലത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാതിരുന്ന തമിഴ്നാട് പോലീസിനെ പറ്റിച്ച് കടന്നു കളയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ ഇത്രയധികം വിശ്വാസത്തിലെടുക്കേണ്ട കാര്യം എന്തായിരുന്നു, ഇത്രയധികം ചട്ടലംഘനങ്ങൾ നടത്തി ഈ കാര്യം നടത്തേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. തമിഴ്നാട് പോലീസിന്റെ വീഴ്ചയുടെ ദൃശ്യങ്ങളാണ് ഒരർത്ഥത്തിൽ രാവിലെ മുതൽ തന്നെ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്.